ഹായ് ഹലോ, ഞാൻ ന്യൂസ് ടെറോ ട്രീഡറാണ്. ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഇന്നത്തെ സിറ്റുവേഷൻ മാത്രമല്ല, കുറച്ച് നാളുകളായിട്ട് അവർ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇവിടെ യൂണിവേഴ്സ് നമുക്ക് കാണിച്ചിരുന്ന കാർഡ്സ് വളരെ വിലപ്പെട്ടതാണ് നിങ്ങൾക്ക്, അല്ലേ? ആ കാർഡ്സിലൂടെ യൂണിവേഴ്സ് നിങ്ങളിൽ അറിയിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളും തമ്മിലുള്ള ഇപ്പോഴത്തെ സാഹചര്യമാണ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ 2 ഓഫ് വാൺസ് റിവേഴ്സായിട്ട് വന്നിരിക്കുന്നത്. റിവേഴ്സായിട്ട് വരിക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിനെ കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ കുടുങ്ങിക്കിടക്കുകയാണ്. നിങ്ങളുടെ ഓർമ്മയിൽ അവർ കുടുങ്ങിക്കിടക്കുകയാണ്. അവർ നിങ്ങളും തമ്മിൽ പ്രണയിക്കുന്ന സമയം, ആ ടൈമുണ്ടല്ലോ, ആ ടൈമിൽ അവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ, വർക്ക്, അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്തു പോയൊരു പേഴ്സണാണ്. നിങ്ങൾക്കവിടെ ഒരു സെക്കൻഡ് ഓപ്ഷൻ മാത്രമേ അവർ തന്നിട്ടുള്ളൂ. നിങ്ങൾ സ്നേഹിച്ചിരുന്ന വ്യക്തി അവർ ചെയ്യുന്ന മേഖലയിൽ ഒരു ഗ്രൂപ്പിനെ തന്നെ ലീഡ് ചെയ്യുന്ന ഒരു പേഴ്സണായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അവർ ഒരു കിങ് പോലെയാണ്. അവർ ചെയ്യുന്ന ഒരു മേഖലയിൽ, ബിസിനസ് ആവാം, ഇനി ഗവൺമെൻറ് സെക്ടറിൽ നല്ലൊരു പോസ്റ്റിലിരിക്കുന്ന ആളാവാം, വേറെ ഏതെങ്കിലും കമ്പനീസിൽ നല്ല ടോപ്പിലിരിക്കുന്ന ഒരാളാവാം. അവർ ബിസിയുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. നിങ്ങളുടെ പ്രണയം അവരുമായിട്ട് പങ്കിടുന്ന സമയത്ത് പോലും അവർക്ക് ഫോക്കസ് ചെയ്തിരുന്നത് അവരുടെ ആ വർക്ക് ഫീൽഡിലാണ്. അതിലെങ്ങനെയെങ്കിലും നല്ല ടോപ്പിലെത്തണം, മറ്റുള്ളവരെക്കാളും ഒന്നും കൂടി മികച്ചതാവണം. അതെങ്ങനെ നമുക്ക് നോക്കിക്കാണാം. ഇവർക്ക് നമ്മളെ വിട്ട് പോവില്ല. ഇവർക്കൊരു സെക്കൻഡ് ചാൻസ് കൊടുത്താൽ മതി. നമുക്ക് ലൈഫിൽ നമുക്ക് പ്രിഫറൻസ് കൊടുക്കേണ്ടത് നമ്മുടെ കരിയറിനെയാണ്. അങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ മൈൻഡിൽ നിങ്ങളുണ്ടായിരുന്നത്. നിങ്ങളോട് സ്നേഹമില്ല എന്നല്ല പറയുന്നത്, സ്നേഹമുണ്ട്. ആ സ്നേഹം അവരുടെ 100% അവർ പ്രകടിപ്പിച്ചിരുന്നോ ചോദിച്ചു കഴിഞ്ഞാൽ പ്രകടിപ്പിച്ചിട്ടില്ല. നിങ്ങളുമായിട്ട് പ്രണയബന്ധത്തിലിരിക്കുന്ന ടൈമിൽ അവരത് പ്രകടിപ്പിച്ചിട്ടില്ല. സ്നേഹമില്ല എന്നല്ല കേട്ടോ പറയണത്. അവരുടെ 100% എനർജി അവരുടെ ലൈഫിൽ അവർ കൊണ്ടുപോകുമ്പോൾ ഒരു 80% അവർ കൊടുത്തത് അവരുടെ കരിയറിനാണ്. അതിലെങ്ങനെ മികച്ചതാവാം, അതിനെക്കുറിച്ചുള്ള ചിന്ത മാത്രമായിരുന്നു അവർക്ക്. താൻ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിരുന്ന കരിയർ ഒന്നുകൂടെ മികച്ചതാക്കണം. അപ്പം നിങ്ങളുടെ പ്രണയം പറയുമ്പോഴും, നിങ്ങൾ അവരിലേക്ക് കൂടുതൽ അടുക്കുമ്പോഴും, എന്നൊരു ആവശ്യം നിങ്ങൾ പറയുമ്പോഴും, ഒന്ന് കാണാൻ പറയുമ്പോഴും അവർ പറയും, ഇന്നെൻ്റെ ബിസി ലൈഫാണ്, ഇന്ന് തിരക്കുള്ള കുറച്ച് ദിവസമാണ്, ഇന്ന് കുറച്ചും കൂടി വർക്കുണ്ട്, ഇന്ന് ഹെക്റ്റിക് ഡേ ആണ്, ഭയങ്കര തിരക്ക് കുറച്ച ദിവസമാണ്, ഭയങ്കര ഹെക്റ്റിക് ആയിരുന്നു ഇന്ന് ഞാൻ. അപ്പോൾ നിങ്ങൾ ഒന്ന് കാണണം, എനിക്ക് നാളെ ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം നിങ്ങൾ പറയും, ഞാൻ ഭയങ്കര തിരക്ക് പിടിച്ചിട്ട് നിൽക്കുക, കുറച്ച് ദിവസത്തേക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യല്ലേ, ഞാൻ ഭയങ്കര തിരക്കിലാണ് എന്ന് പറഞ്ഞ് അവോയ്ഡ് ചെയ്തു പോയിരുന്നു. ഇഷ്ടമുണ്ട്, ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോടുള്ള ഇഷ്ടമുണ്ട്, ഇല്ല എന്നല്ല. എന്നാൽ ഇവർ ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് ബിഹേവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ വേദനിക്കുക ചെയ്തത്. എന്നാൽ നിങ്ങളൊരു പരാതി പറയാനോ പരിഭവം പറയാനോ ഒന്നും പോവില്ല. തിരക്കിലല്ലേ, ഓക്കെ ഞാൻ പിന്നെ വരാം, ഓക്കെ 2 ദിവസം കഴിഞ്ഞിട്ട് വരാം. നിങ്ങളത് മനസ്സിലാക്കി പെരുമാറിയ ഒരു പേഴ്സൺ തന്നെയായിരുന്നു. അവർ പറയുന്ന കാര്യം, അവർ തിരക്കിലായതുകൊണ്ടാണ് എന്നെ കോണ്ടാക്ട് ചെയ്യാത്തത്, അല്ലെങ്കിൽ എന്നോട് സമയം ചെലവഴിക്കാത്തത് എന്ന്
എല്ലാം തിരിച്ചറിവുള്ളൊരു പേഴ്സൺ ആയിരുന്നു നിങ്ങൾ. അവരാണെങ്കിലോ നിങ്ങളുടെ ഫീലിങ്സ് ഫുള്ളായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. സ്നേഹം ഉണ്ടെന്ന് അവർക്കറിയാം. നിങ്ങൾ പോകുന്ന സാഹചര്യം ഉണ്ടല്ലോ, നമ്മൾ സ്നേഹിക്കുന്ന പേഴ്സൻ്റെ ടൈം നമുക്ക് കിട്ടാതെ വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വേദനയുണ്ടല്ലോ, അതവർക്ക് മനസ്സിലായിട്ടുണ്ടായില്ല. ഒരു 20% ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. അതായത് നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ ഉള്ളിലുള്ള അവരോടുള്ളൊരു പ്രണയം, തീവ്ര പ്രണയമൊക്കെ അവർ മനസ്സിലാക്കിയിട്ടില്ല. അത് നിങ്ങൾ അവരടുത്തത് പ്രകടിപ്പിക്കാൻ പോകുമ്പോഴും അവർ പറയുക, എനിക്ക് ടൈമില്ല, എനിക്ക് ബിസിയാണ്, ഞാൻ വർക്കിൻ്റെ കേസിൽ ഇത്തിരി ബിസിയാണ്, സോറി, നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പം നിങ്ങൾ കോളേജ് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങളും അവരും തമ്മിൽ സംസാരിക്കും. എന്തൊക്കെയുണ്ട് വിശേഷം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, സുഖമാണോ, നീ എങ്ങനെ പോകുന്നു, നിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, ഞാനിപ്പോൾ ഇത്തിരി തിരക്കിലാണ് കേട്ടോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം എന്ന് പറയും. അതൊന്ന് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കും. നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കും, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കൂ. എവിടെ വിളിക്കുന്നു? കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് വിളിക്കും. എന്ന് ചോദിക്കും, എന്തായി തിരക്ക് കഴിഞ്ഞു? ഇല്ല, തിരക്ക് കഴിഞ്ഞിട്ടില്ല, ഞാൻ കുറച്ചും കൂടി ബിസിയാണ്, 2 days കഴിഞ്ഞിട്ട് വിളിക്കാം. അപ്പം നിങ്ങളൊക്കെ 2 days വെയിറ്റ് ചെയ്യും. അവർ ഇനീഷ്യേറ്റ് എടുത്തിട്ട് അവരിങ്ങോട്ട് വിളിക്കാറില്ല. എന്നാൽ ഇപ്പോൾ അവർക്ക് എന്താ സംഭവിച്ചതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങളപ്പോൾ എന്ത് ചെയ്തു? അവരിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തു. നിങ്ങൾ അങ്ങോട്ട് കയറി വിളിക്കാൻ പോവാറില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം, അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം കോണ്ടാക്ട് ചെയ്യും, അല്ലേ? അങ്ങനെ തന്നെയല്ലേ എൻ്റെ വ്യൂവേഴ്സിന് തോന്നുന്നത്? അപ്പോൾ അവരും പതിയെ കോണ്ടാക്റ്റ് ചെയ്യാണ്ടായി തുടങ്ങി. കാരണം അവർ പ്രിഫറൻസ് കൊടുത്ത എന്തിനാ? അവരെ കരിയർ. ഇപ്പോൾ നമ്മൾക്ക് അവരെന്താ ചിന്തിക്കുന്നതെന്ന് നോക്കണ്ടേ? അവർക്ക് യൂണിവേഴ്സ് ആയിട്ട് തന്നെ അവരുടെ കരിയറിൽ ഒരു തിരിച്ചടി കൊടുത്തിരിക്കുകയാണ്. അവർ ചെയ്യുന്ന പ്രവൃത്തി മേഖലയിൽ തിരിച്ചടി കൊടുത്തിട്ടുണ്ട്. അവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ 6 of Swords കണ്ടോ? അവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ അവർ എന്തോ കാര്യത്തിൽ നിശ്ചലാവസ്ഥയിൽ നിൽക്കുന്നത്, തകർന്നൊരവസ്ഥയിൽ നിൽക്കണേ. ചെയ്യുന്ന പ്രവൃത്തി അവർക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ട്. അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അവരിപ്പോൾ ടോപ്പിൽ നിന്ന് ഒരു പൊടി താഴേക്ക്, ഫുള്ളായിട്ട് തകർന്നു പോയി എന്നല്ല ഞാൻ പറയുന്നത്, ഒരു പൊടി താഴേക്ക് അവരൊന്ന് വീണു. ആ ഒരു പൊടി താഴേക്ക് അവർ വീഴുക പറഞ്ഞാൽ അവർക്കത് വലിയൊരു നഷ്ടമാണ്. കാരണം അവർ ഫോക്കസ് ചെയ്തത് അവരുടെ കരിയറാണ്. ആ കരിയറിൽ 1% ഒരു താഴ്ച വന്നാൽ പോലും അവർക്കൊരു തിരിച്ചടിയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് എത്ര വിഷമം വന്നാലും കുഴപ്പമില്ല, എൻ്റെ പേഴ്സൺ നന്നായിട്ടിരുന്നാൽ മതി. അവരൊരുപാട് പാഷനേറ്റായിട്ടുള്ളൊരു പേഴ്സണാണ്. അവരുടെ കരിയറിൽ അവർ ഇഷ്ടപ്പെടുന്ന ആ ഫീൽഡിൽ അവർക്ക് നല്ല ഉയർച്ച തന്നെ ഉണ്ടാകട്ടെ, ഞാൻ ഇത്തിരി വിഷമിച്ചാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന വ്യൂവേഴ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ യൂണിവേഴ്സ് അവർക്ക് കൊടുത്തത് എന്താ? അവർക്ക് ഒരു ഒറ്റപ്പെട്ട അവസ്ഥ. അത് ഹെർമിറ്റ് കാർഡ് കണ്ടോ? ഹെർമിറ്റിൽ അവർക്കൊരു തിരിച്ചടി സംഭവിച്ചപ്പോഴാണ് അവർ റിയലൈസ് ചെയ്യുന്നത്, എന്ത്, ഞാൻ ഒറ്റയ്ക്കല്ലേ, ഞാൻ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇത്രയും നാൾ ഓടിക്കൊണ്ടിരുന്നത്? എൻ്റെ കരിയർ ബിൽഡ് ചെയ്യാനല്ലേ. ഞാൻ സ്നേഹിച്ച എൻ്റെ വ്യക്തിയെ ഞാൻ എന്താ ചെയ്തത്? അവർ സ്നേഹം പകർന്നു തരുന്ന ടൈമിൽ ഞാൻ അവരെ അവോയ്ഡ് ചെയ്യല്ലേ ചെയ്തത്? ഞാൻ കൊടുക്കണ്ട ആ സ്നേഹം അവർക്ക് എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ഞാൻ അതിൽ വിജയിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു തിരിച്ചറിവ് അവർക്ക് വന്നിട്ടുണ്ട്. അവരിപ്പോൾ ചിന്തിക്കുകയാണ്, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി,
എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ പേഴ്സൻ്റെ അടുത്തേക്ക് എത്തണം. ഞാൻ കരുതിയത് എന്നെ ചുറ്റുമുള്ളവർ എൻ്റെ പണത്തിൻ്റെ മേലോ അല്ലെങ്കിൽ എൻ്റെ കരിയറിൻ്റെ മേലോ എൻ്റെ പൊസിഷൻ്റെ മേലോ എന്നെ സ്നേഹിക്കും, എൻ്റെ കൂടെ നിൽക്കും. എനിക്ക് എല്ലാത്തിനും മുമ്പിൽ ഒരു നല്ലൊരു ആഢ്യത്തോടെ കൂടെ നിൽക്കണം, തലയെടുപ്പോടെ കൂടെ നിൽക്കണം. അങ്ങനെ ചിന്തിച്ചിരുന്നൊരു പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുകയാണ്, ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു ഞാൻ ചെയ്തത്. ഞാൻ ഒരുവിധം എൻ്റെ മാക്സിമം കൊടുത്തിട്ട് ഞാൻ ഇന്നൊരു പൊസിഷൻ, ഞാൻ ഇന്നൊരു സ്ഥാനം കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്നാൽ ഞാൻ എന്നെ സ്നേഹിച്ചിരുന്ന എൻ്റെ പേഴ്സണെ ഒരുപാട് വിഷമിപ്പിച്ചു. ഞാൻ അവരാഗ്രഹിക്കുന്ന ആ സമയം കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ല. അവർ ആഗ്രഹിക്കുന്ന ആ സ്നേഹം കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ല. എനിക്ക് അത് തിരിച്ചു കൊടുക്കണം. എനിക്ക് എത്രയും പെട്ടെന്ന് ഇനി നിന്നുകൂടാ, എനിക്ക് ഇനി വെയിറ്റ് ചെയ്തുകൂടാ. കാരണം എന്നെ മനസ്സിലാക്കിയ ഒരു പേഴ്സൺ അവർ മാത്രമായിരുന്നു. മറ്റുള്ളവർ ചിലപ്പോൾ എന്നെ ബഹുമാനത്തോടു കൂടിയായിരിക്കും സ്നേഹിച്ചിട്ടുണ്ടാവുക. കാരണം ഞാൻ ഒരു 10 പേരെങ്കിലും ലീഡ് ചെയ്യുന്നൊരു പേഴ്സൺ ആണല്ലോ. അപ്പോൾ എന്നോട് റെസ്പെക്റ്റ് ആയിരിക്കാം. എൻ്റെ കുടുംബത്തിൽ നോക്കുമ്പോൾ ഞാൻ നല്ലൊരു മകനോ മകളോ ആയിരിക്കാം. സൊസൈറ്റിയിൽ നോക്കുമ്പോൾ നല്ലൊരു പോസ്റ്റിൽ കാണുന്നവർക്ക് ഇത്രയും നല്ലൊരു പൊസിഷനിലിരിക്കുന്ന വ്യക്തി, ആ റെസ്പെക്റ്റ് കൊണ്ടായിരിക്കാം അവർ ആ സ്നേഹം തന്നത്. എന്നാൽ എന്നിലെ എല്ലാ നെഗറ്റീവ്സും അറിഞ്ഞ് ഞാൻ എന്താ എന്ന് ഉള്ള ആ തിരിച്ചറിവറിഞ്ഞ് ഞാൻ എന്ന വ്യക്തിയെ എൻ്റെ നെഗറ്റീവ്സും പോസിറ്റീവും അറിഞ്ഞ് സ്നേഹം ഇങ്ങോട്ട് തന്ന് കൂടെ കൂട്ടിയ ആ പേഴ്സണെയാണ് ഞാൻ വേദനിപ്പിച്ചത്. 100% എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അവർ തന്നതിൻ്റെ ഒരംശം പോലും എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. എനിക്കത് തിരിച്ചു കൊടുക്കണം, എനിക്കിനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് അവർ തിരിച്ചറിയാണ്. അവരുടെ ഒറ്റപ്പെട്ട അവസ്ഥയിൽ അവർ നേരിട്ട ആ തിരിച്ചടി ഉണ്ടല്ലോ, അതാണ് നിങ്ങളിലേക്ക് അവരെത്താൻ പോകുന്ന ആ ടേണിംഗ് പോയിന്റ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് മനസ്സിലായോ? നമ്മുടെ ലൈഫിൽ നമുക്കൊരു തിരിച്ചടി കിട്ടുമ്പോഴാണ് നമ്മൾ എന്തിനു വേണ്ടി ഓടി, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യാത്ര ചെയ്തത്, അത് അവർക്ക് മനസ്സിലാക്കി യൂണിവേഴ്സ് കൊടുത്തു. നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോളൂ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്താനായിട്ട് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളെങ്ങനെയാണോ പ്രാർത്ഥിച്ചത്, എൻ്റെ പേഴ്സൺ എന്നിലേക്ക് വരണം. നിങ്ങൾ ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് ദൈവത്തിൽ നിങ്ങളെ തന്നെ സമർപ്പിച്ചിട്ട് നെഗറ്റീവ്സിനെ കളഞ്ഞ് പോസിറ്റീവിനെ ഉൾക്കൊണ്ടുകൊണ്ട് കുറേ പേര് പോകുന്നുണ്ട്. മെഡിറ്റേഷനൊക്കെ ചെയ്ത് നിങ്ങളിപ്പോൾ ഒത്തിരിയും കൂടി ബോൾഡായി. അവർ പോകണമെങ്കിൽ പോകട്ടെ, അവർ വരണമെങ്കിൽ വരട്ടെ, നോക്കാം നമുക്ക് എന്നുള്ള ചിന്തയായി നിങ്ങൾക്ക്. അവരില്ലാതെ പറ്റില്ല എന്നൊരവസ്ഥയിലായിരുന്നു നിങ്ങൾ. എന്നാൽ ഇപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ ബോൾഡായി. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി മേഖലയിൽ നിങ്ങൾ ഇത്തിരി കൂടെ ആക്റ്റീവായി. നിങ്ങൾ ഇത്തിരിയും കൂടി കുറച്ചുകൂടെ ചിന്തിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. ഈ പേഴ്സൺ എനിക്കുള്ളതാണെങ്കിൽ വരട്ടെ, എനിക്കല്ല എങ്കിൽ അവർ തിരിച്ചു പോട്ടെ എന്നുള്ളൊരു മനോഭാവമായി നിങ്ങൾക്ക് അല്ലേ? നിങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ സ്നേഹിക്കുന്ന പേഴ്സണെ ഞാൻ കൂട്ടിപ്പിടിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ അവരെ വിട്ട് കളഞ്ഞു, പറത്തി വിട്ടു. ഒരു പ്രാവിനെ നമ്മൾ സ്നേഹിച്ച് തലോടി എല്ലാം കൊടുത്തിട്ട് നമ്മൾ താലോലിച്ചു. പക്ഷെ ആ പ്രാവിനെന്താ, അവരുടേതായ ഒരു ഇതിലേക്ക് ഫ്രീഡം വേണമല്ലോ, അവർ പറന്നുപോയി. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു പോട്ടെ, അതെനിക്കുള്ളതാണെങ്കിൽ ഞാൻ കൊടുത്ത സ്നേഹം ആ ഒരു പ്രാവിനെ പീജിയന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വരട്ടെ എന്ന് ഉള്ളൊരു ചിന്തയിലേക്ക് നിങ്ങൾ പോയി.
ഇപ്പോഴും നിങ്ങൾ അങ്ങനെ തന്നെയാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ അവരോട് സ്നേഹം ഉണ്ടില്ല എന്നല്ല, നമ്മൾ സ്നേഹിച്ച ആ സ്നേഹത്തോട് നമുക്ക് മരണം വരെ സ്നേഹം ഉണ്ടാവും അല്ലേ? ആ പ്രണയത്തോട് അതൊന്നും പോവില്ല ഉള്ളിൽ നിന്ന്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളെ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി, ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് യൂണിവേഴ്സ് അവർക്ക് കൊടുത്ത തിരിച്ചറിവാണ്. സ്നേഹം നമുക്ക് ഒരുപാട് കിട്ടുമ്പോൾ നമുക്കതിൻ്റെ വാല്യൂ മനസ്സിലാവില്ല, നമുക്കത് കിട്ടാതെ വരില്ലേ? അത് കിട്ടാതെ വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക, ആ തന്നിരുന്ന പേഴ്സൻ്റെ വാല്യൂ മനസ്സിലാവുക. അവരെത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ചാരിറ്റി കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അവർ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, തിടുക്കത്തിലാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത്. അവര് ഇത്രയും നാളും ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കും ചിലവരിൽ. ചിലപ്പോൾ 1-2 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ മാസങ്ങളായിട്ടും ഗ്യാപ്പ് ഇട്ട് നിൽക്കുന്നവരുണ്ടാവും. അവരെടുത്ത് വെച്ച, അവർ പ്രകടിപ്പിക്കാത്ത സ്നേഹം, അവരെ ഉള്ളിൻ്റെ ഉള്ളിൽ വെച്ച, അവരെ കരിയറിന് കൂടുതൽ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് അവരുടെ സ്നേഹം അവരുള്ളിൽ ഒതുക്കി വെച്ചിരുന്നു. ആ സ്നേഹം ഓരോന്നായിട്ട് നിങ്ങളിലേക്ക് തരാൻ പോവുകയാണ്. അവർ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെക്കുറിച്ചുള്ള പാസ്റ്റ് ചിന്തകൾ അവരെ അലട്ടുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തണം. അവർ ചിന്തിക്കുന്നത് എനിക്കെന്താ സംഭവിച്ചത്, ഞാൻ എന്താ ചെയ്തതെന്ന് പോലും അവർ രാത്രി കാലങ്ങളിൽ അവരൊറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ അവർ കരയുന്നുണ്ട്. ഒന്ന് ഉള്ളു പൊട്ടി നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളോട് മാപ്പ് പറയണമെന്നവർ ചിന്തിക്കുന്നുണ്ട്. യൂണിവേഴ്സ് പറയുന്നത് വളരെയേറെ നിങ്ങളുടെ പേഴ്സൺ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളിലേക്കുള്ള പ്രണയം ഉണ്ടല്ലോ, അത് തീവ്രമായി കഴിഞ്ഞു. അത് ഇപ്പോൾ അവർ 100% മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങൾ മാത്രമാണ് അവർക്ക് യഥാർത്ഥ സ്നേഹം തന്ന പേഴ്സൺ. ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ, അവരിൽ നിന്ന് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ സ്നേഹം കൊടുക്കുക, അത് വലിയൊരു കാര്യമാണ്. നമ്മളൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല, അവരുടെ പ്രണയം മാത്രമാണ് എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ളത്. അത് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അല്ലേ? എന്താ പറയുക, അവർക്ക് അത് മുമ്പത്തെ കാര്യം ആലോചിക്കുമ്പോൾ അവർക്ക് അതൊന്നും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവർ ചെയ്ത കാര്യം ഇപ്പോഴത്തെ കാര്യമൊക്കെ ആകുമ്പോൾ എന്താ ഉണ്ടായി എൻ്റെ ലൈഫിലെന്ന് അവർ ചിന്തിച്ചിട്ട് അതിയായിട്ട് ദുഃഖിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നത്. 100% ഷുവറാണ് അവർക്ക് അവരുടെ ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിന്ന് അവർ ഒരു റിയൂണിയൻ ആഗ്രഹിക്കുകയാണ്. റിയൂണിയൻ എന്ന് പറയുമ്പോൾ ഇനി നിങ്ങളിൽ നിന്നൊരു തിരിച്ചുപോക്കില്ല, എന്ന് അവർ റിയലൈസ് ചെയ്യുകയാണ്. ആത്മാർത്ഥമായിട്ട് അവർ നിങ്ങളിലേക്ക് എത്തും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്, ഞാനല്ല, യൂണിവേഴ്സ് പറയുന്നത്. ഇനി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നെഗറ്റീവ്സിനെ കളയുക, പോസിറ്റീവ്സിനെ നിങ്ങളിലേക്ക് എടുക്കുക. നിങ്ങൾ ധൈര്യത്തോടെ കൂടെ പ്രവർത്തിക്കുക. അവർ വരുമ്പോൾ വരട്ടെ, അവർ വരുമ്പോൾ നിങ്ങൾ ബോൾഡായിട്ട് നിൽക്കുക. കഴിഞ്ഞുപോയ പാസ്റ്റിൽ നിങ്ങൾ ബോൾഡല്ലായിരുന്നു, നിങ്ങൾ വളരെയേറെ എന്താ പറയുക, ഒരു പാവം പിടിച്ച പേഴ്സണായിരുന്നു. സ്നേഹത്തിന് മുന്നിലിട്ടോ, ചെയ്യുന്ന പ്രവൃത്തിയില്ല. നിങ്ങൾ കുറച്ചും കൂടി ബോൾഡായി. ഇപ്പോൾ നിങ്ങൾക്ക് അവരോട് അവർ പറയുന്ന കാര്യത്തിന് മറുപടി പറയാനുള്ള കറേജ്, ബ്ലെസ്സിങ്സ് ഒക്കെ ഇപ്പോൾ യൂണിവേഴ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അവരെന്താ നിങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നത് എന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സ് കുറച്ചൊക്കെ മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഇല്ലേ? അപ്പം അതിനുള്ള മറുപടിയും നിങ്ങളിൽ തന്നെ കണ്ടെത്തുക. യൂണിവേഴ്സ് ഇപ്പോൾ കാർഡ്സിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്, അവരുടെ മനസ്സിൽ ഇങ്ങനെയാണ് ചിന്ത പോകുന്നത് അല്ലേ? അപ്പം നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ പോവുകയാണ്. അവരെല്ലാം തിരിച്ചറിഞ്ഞ് വരാൻ പോവുകയാണ്. അവർ ചോദിക്കുന്ന ഓരോ ചോദ്യവും നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഇത്രയും നാളത്തെ ഒരു ഗ്യാപ്പിൽ നിങ്ങൾക്ക്
അവർ ചോദിക്കുന്ന ഓരോ ചോദ്യവും നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഇങ്ങനെയായിരിക്കും അവർ ചോദിക്കാൻ പോകുന്നത്. അതിനുള്ള ഉത്തരവും നിങ്ങൾ കണ്ടെത്തണം. നിങ്ങൾ ഇത്തിരി സ്ട്രോങ് ആയി നിൽക്കണം അവർ വരുമ്പോൾ. എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. അത് ഞാൻ 100% ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് തന്നിട്ടുള്ളത്. അതിന് ഒരു മാറ്റവും അന്ന് മുതൽ ഇന്ന് വരെ വന്നിട്ടില്ല. എന്നിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ടാവാം, അത് നിങ്ങളായിട്ട് തന്ന മാറ്റമാണ്. ഒരു കുഞ്ഞിൽ നിന്ന് ഒരു കുഞ്ഞു കുട്ടിയുടെ മനസ്സായിരുന്നു എനിക്ക് നിങ്ങളിലേക്ക് എത്തുമ്പോൾ, ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കുമ്പോൾ. നിങ്ങളെന്നും പറയുമ്പോൾ ഓക്കെ തലയാട്ടിയിട്ട് തിരക്കാന്ന് പറയുമ്പോൾ തലയാട്ടുന്നൊരു പേഴ്സണായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ കുറച്ചും കൂടി ബോൾഡായിട്ടുണ്ട്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഞാൻ കേൾക്കാൻ തയ്യാറാണ്. നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ കേൾക്കാൻ തയ്യാറാണ്. പറയൂ എന്ന് നിങ്ങൾ പറയുക. അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ സമാധാനത്തോടു കൂടി കേൾക്കുക. അതിനൊരു ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തുക. എല്ലാ തെറ്റും മറന്ന് നിങ്ങൾ പറ്റുമെങ്കിൽ അവരെ സ്നേഹിക്കുക. നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് ചെയ്തതെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ, അല്ലേ? വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ. സ്നേഹമുള്ള മനസ്സാണ് നിങ്ങളുടെ. തെറ്റുകൾ സംഭവിക്കാത്ത മനുഷ്യരില്ല. തെറ്റ് തിരിച്ചറിഞ്ഞ് നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കത് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോളൂ. അവരില്ല അത് പറ്റില്ല എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ വെയിറ്റ് ഇട്ട് നിന്നോളൂ. കുറച്ച് വെയിറ്റ് ഇട്ട് നിൽക്കാൻ പറഞ്ഞാൽ അവരോട് കറക്റ്റ് കാര്യം പറയണം കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ ഉണ്ടായിരുന്നു, ഞാനും ബിസിയുള്ളൊരു പേഴ്സണാണ്. നിങ്ങളുടെ വിചാരം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന സമയത്ത് ഞാൻ ഒരു തിരക്കും ഇല്ലാത്തൊരു പേഴ്സൺ, എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം. എന്നാൽ ഞാൻ എൻ്റെ തിരക്കുകൾ മാറ്റി വെച്ചിട്ടാണ് നിങ്ങളെ പ്രണയിച്ചത്. ഞാൻ പ്രിഫറൻസ് കൊടുക്കേണ്ട സ്ഥലത്ത് ഞാൻ പ്രിഫറൻസ് കൊടുക്കാതെ കുറേ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിയത്. എന്നാൽ നിങ്ങൾ എന്നോട് ചെയ്തത് നേരെ ഓപ്പോസിറ്റാണ്. അതൊക്കെ ഞാൻ മറക്കാം, എനിക്ക് പ്രശ്നമില്ല, ഞാൻ മറക്കാം. കാരണം ഇന്ന് ഞാൻ ഹീലായി കഴിഞ്ഞു. എൻ്റെ വിഷമങ്ങൾ ഹീലായി കഴിഞ്ഞു. ഞാൻ യൂണിവേഴ്സിലെല്ലാം സമർപ്പിച്ചു. ഞാൻ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഞാനിപ്പോൾ ഹീലായി കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് എന്നോട് മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റുകൾ, മറ്റുള്ളവർ ചെയ്യുന്ന പ്രവൃത്തികൾ എല്ലാം ക്ഷമിക്കാനും സഹിക്കാനും എനിക്കിപ്പോൾ പറ്റും. ഞാൻ പുതിയൊരു മനുഷ്യനാണ്. എന്നാൽ നിങ്ങളുള്ള പ്രണയം എന്നിൽ നിന്ന് അവസാനിച്ചിട്ടില്ല. അതിൻ്റെ കണികകൾ എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. ചിലവർക്ക്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ചിലവർക്ക് എല്ലാം മറന്നവരെ സ്നേഹിക്കാൻ സാധിക്കും. ചിലവർക്ക് നിങ്ങൾ പറയും കുറച്ച് നാൾ കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഞാൻ എന്നെ തന്നെ ഒന്ന് മോൾഡ് ചെയ്യട്ടെ. ഞാൻ ഇത്ര നാളും വെയിറ്റ് ചെയ്ത പോലെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. അധിക കാലമൊന്നും വേണ്ട, കുറച്ച് കാലം. എന്നിട്ടും ആ പ്രണയം അവിടെ തന്നെ ഉണ്ടോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. രണ്ടുപേരിലും ഒരേ വേവ് ലെങ്ത് തന്നെയാണോ എന്ന് നോക്കട്ടെ. ഞാൻ 100% ലവ് തന്നപ്പോൾ നിങ്ങൾ 20% ലവാണ് എനിക്ക് തന്നത്. കണക്ക് പറയല്ല കേട്ടോ എന്ന് പറയാം അവരോട്. നമ്മൾ രണ്ടുപേരും ഒരുപോലെയുള്ള പ്രണയം പങ്കിടുന്ന ആ അവസരത്തിൽ, ആ നിമിഷത്തിൽ ഞാൻ നിങ്ങളിലേക്ക് പൂർണ്ണമായി എത്തും. എൻ്റെ വാല്യൂ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്ക് ബോധ്യമായി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളിലേക്ക് എത്തും. ഞാൻ വേറെ എവിടെയും പോവില്ല. എനിക്ക് വേറെ പ്രണയബന്ധത്തിലേക്കോ വേറൊരു കാര്യത്തിലേക്കോ പോവില്ല. നിങ്ങൾ മാത്രമാണ് എൻ്റെ പേഴ്സൺ. നിങ്ങൾ തെളിച്ച് പറയാം അവരടുത്ത്, കറക്റ്റായിട്ട് പറയാം, നിങ്ങൾ മാത്രമാണ് എൻ്റെ പേഴ്സൺ, എനിക്ക് വേറൊരു പേഴ്സൺ ഇല്ല. എന്നാൽ പ്രണയമെന്ന് പറയുന്ന ആ ഒരു വികാരം രണ്ടുപേർക്കും ഒരുപോലെ ആവുന്ന നിമിഷത്തിലാണ് നമ്മൾ രണ്ട് ശരീരവും രണ്ടു മനസ്സും ഒന്നാവുന്നത്.
ആ ഒന്നാവുന്ന നിമിഷം അതിനു വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഞാൻ വെയിറ്റ് ചെയ്യാം. ഇത്ര നാൾ ഞാൻ വെയിറ്റ് ചെയ്തില്ലേ, ഞാൻ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. അവരുടെ പ്രേമം, അവരുടെ പ്രണയം റിയൽ ആയിരുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയുക. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് എൻ്റെ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ എനിക്ക് കൂടുതൽ വീഡിയോസായിട്ട് നിങ്ങളിലേക്ക് വരാൻ പറ്റുള്ളൂ. എനിക്ക് ഉറപ്പാണ് ഞാൻ പറയുന്ന എൻ്റെ കാർഡ്സ് നിങ്ങളിലേക്ക് ഒരു കൊടുങ്കാറ്റായിട്ട് എത്തുന്നുണ്ട്. നിങ്ങൾ യൂണിവേഴ്സിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്തുകൊണ്ട് വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങളിലും യൂണിവേഴ്സിനോട് താങ്ക് യു പറയുക. നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യവും സംഭവിക്കട്ടെ. നെഗറ്റീവ്സ് ഉണ്ടാവാം, അതിനെ വിട്ട് കളഞ്ഞിട്ട് പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ സ്വന്തം നിംസ്.